തനിക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്നുവെന്ന് കാണിച്ച് ഡൽഹി സർക്കാരിനെതിരെ കേന്ദ്രത്തിന് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ കത്തയച്ചു. VK സക്സേനയാണ് കത്തയച്ചിരിക്കുന്നത്. തനിക്ക് അധികാരമില്ലാത്ത വിഷയങ്ങളിൽ പോലും പ്രതിസ്ഥാനത്ത് നിർത്തി കേസ് നൽകുന്നുവെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആരോപണം. രാധാകൃഷ്ണൻ വീണ്ടും ചേരുന്നു. രാധാകൃഷ്ണൻ, ടെലിഫോൺ ലൈനിലാണ് രാധാകൃഷ്ണൻ ഉള്ളത്. രാധാകൃഷ്ണൻ, യഥാർത്ഥത്തിലെ ലഫ്റ്റനന്റ് ഗവർണർ ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു കേസിന് പോയിരിക്കുന്നത്? അത് ശക്തനാണെന്നാണല്ലോ പുറം ലോകം അറിയുന്നത്. കേന്ദ്ര സർക്കാരിനെയാണ് അറിയിച്ചിരിക്കുന്നത്. ലഫ്റ്റനന്റ് ഗവർണർ കേന്ദ്ര സർക്കാരിനെയാണ് ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തനിക്കെതിരായിട്ട് നൽകുന്ന കേസുകൾ, ആ കേസുകളിലൊന്നും ഏതെങ്കിലും വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതല്ല. മാത്രമല്ല, തെറ്റായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയാണ് കോടതിയെ ഈ ഡൽഹി സർക്കാർ സമീപിക്കുന്നത്. തനിക്ക് താനുമായി ബന്ധമില്ലാത്ത വിഷയങ്ങൾ, അത് ഡൽഹി ജലനിധി അടക്കമുള്ള വിഷയങ്ങളിൽ തന്നെ എതിർകക്ഷിയാക്കിയിട്ട് ഫയൽ ചെയ്തിരിക്കുന്ന കേസുകളിൽ ഒരു വാസ്തവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ ജലനിധിയുടെ ഫയലുകൾ, ജലനിധി എന്നത് തന്റെ പരിധിയിൽ വരുന്ന, അധികാര പരിധിയിൽ വരുന്ന വിഷയമല്ല. അതുമായി ബന്ധപ്പെട്ട ഒരു ഫയലും താൻ കണ്ടിട്ടുമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തന്നെ അപകീർത്തിപ്പെടുത്താൻ, ജുഡീഷ്യറിയെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത് എന്നാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ആവശ്യപ്പെടുന്നത് ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്നുള്ളതാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ഇങ്ങനെ കേസുകൾ നൽകുന്നത് പൊതുഖജനാവിന് വലിയ നഷ്ടമുണ്ടാക്കും. ഇത് ഇങ്ങനെ കേസ് നൽകുന്ന ആളുകളിൽ നിന്ന് വ്യക്തിപരമായിട്ട് ഈടാക്കണം എന്നതടക്കമുള്ള നിരവധി നിർദ്ദേശങ്ങളും ഉണ്ട് അദ്ദേഹത്തിൻ്റെ ആ കത്തിൽ. ഏതായാലും ഈ കത്ത് കേന്ദ്രം എന്ത് തുടർ നടപടിയാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാവും. കഴിഞ്ഞ ദിവസം ചില പൊതു താൽപര്യ ഹർജികൾ തീർപ്പാക്കുന്നതിനിടയിൽ ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരുന്നു, ഈ വിഷയത്തിൽ ലഫ്റ്റനന്റ് ഗവർണർക്കും കേന്ദ്ര സർക്കാരിനും ഒക്കെ പരാതി, ഈ അരവിന്ദ് കെജ്രിവാൾ സ്ഥാനത്ത് തുടരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ പരാതി നൽകണം എന്നതടക്കമുള്ള രീതിയിൽ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ലഫ്റ്റനന്റ് ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന നടപടിക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. രാധാകൃഷ്ണൻ ശാരീരികമായി നല്ല സുഖമില്ല എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ അല്ലേ? കംപ്ലീറ്റ് ഓക്കെ അല്ലേ? തീർച്ചയായിട്ടും ആണ്. കാലാവസ്ഥയുടെ മാറ്റം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ.